PS പ്രശാന്ത് ഉടൻ അറസ്റ്റിലാകുമെന്ന്. പക്ഷേ PS പ്രശാന്ത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു കൂസലുമില്ലാതെയാണ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത്. പ്രശാന്തിന് പേടിയില്ല. പ്രശാന്തിലേക്ക് അന്വേഷണം നീളില്ല എന്ന ധൈര്യമാണോ അതോ കുറ്റം ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമാണോ പ്രശാന്തിനുള്ളത്? ഇത് രണ്ടും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രശാന്ത് അങ്ങനെ ഒരു ആത്മവിശ്വാസം ആദ്യം മുതലേ കാണിക്കുന്നുണ്ട്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചാടി CPM വന്ന ഉടൻ തന്നെ പ്രശാന്തിനെ എങ്ങനെയാണ് ഇത്ര ഉന്നതമായ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM കൊണ്ടുപോയത്? അതിനകത്ത് തീർച്ചയായിട്ടും എന്തോ ഒരു തട്ടിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരില്ല. അതുകൊണ്ട് പ്രശാന്തും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. കാരണം ഇവരെ അത്രയും സ്വർണം തട്ടിച്ചെടുത്തിട്ടില്ലെങ്കിലും സ്വർണം തട്ടിപ്പിന്റെ ഒരു അറ്റംപ്റ്റ് വന്നിരിക്കുന്നു. അതാണ് പ്രശാന്തിന്റെ പേരിലുള്ളത്. അദ്ദേഹത്തിന്റെ സമയത്തും ആ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ദാരുവാല ശില്പങ്ങളും ആ വാതിലിന്റെ പടികളും മറ്റതും ചെന്നൈ കൊണ്ടുപോയപ്പോൾ അത് ഇവിടുന്ന് കൊടുത്തു വിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈക്കൂടെ അല്ല എന്ന് ഖ്യാതിയൊക്കെ പറയുന്നുണ്ട്. അതിൽ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ടായല്ലോ. അദ്ദേഹം ചെന്നൈയിൽ അത് കൊടുത്തു വിട്ടില്ല. അത് കൊടുത്തു വിട്ടില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് നേരിട്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം ലഭിക്കാതെ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ട് വന്നു എന്നാൽ അതെന്ത് പർപ്പസിനെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇൻവേരിയബിലി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതെ ഈ കേസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് ആവില്ല.